ഒരു വസ്തുത എന്ത് വർഷാരംഭത്തിലൊക്കെ ചന്തയിൽ പോയിട്ട് ഒരു മൃഗത്തെ അവർ കൊണ്ടുവരും ഉദഹിയെ തറക്കാൻ വേണ്ടി. കുല്ലുമൻ സാലഹും ലഹു, ഇതെന്തിനാണ് മൃഗം എന്ന് ചോദിക്കുന്നവരോട് അവർ പറയും തിൽക്ക ഉദഹിയത്തും, തിൽക്ക് ഉദഹിയെ തറക്കാനുള്ളതാ എന്ന് പറഞ്ഞാൽ എന്താണ് ആ വാക്ക് പറഞ്ഞത് കൊണ്ട് സംഭവിക്കുന്നതെന്നും അറിയില്ല. എന്താണ് അതിന്റെ മേലുള്ള നിയമം വരുന്നത് എന്ന് അറിയാതെ തന്നെ ഇതെനിക്ക് ഉദഹിയെ തറക്കാനുള്ള മൃഗമാണെന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായ ഉദഹിയത്തായി മാറുന്നു. ഇതെനിക്ക് ഉദഹിയെ തറക്കാനുള്ള മൃഗമാണെന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായ ഉദഹിയത്തായി മാറും. നിർബന്ധമായ ഉദഹിയത്തായി കഴിഞ്ഞാൽ എന്താ? ഓന്റെ ആശ്രിതർക്കോ അതിൽ നിന്നൊരു കഷ്ണം പോലും കഴിക്കാൻ എടുക്കാൻ പാടില്ല. അത് നിർബന്ധമായിരിക്കുന്ന ഉദഹിയത്ത്. ഓന്റെ ആശ്രിതർക്കോ ഒരു കഷ്ണം പോലും എടുക്കാൻ പാടില്ല. അങ്ങനെ വരുന്ന അവസരത്തിൽ ഇത് വാജിബാണ്. ഇനി എനിക്കോ എന്റെ കുടുംബത്തിനോ അതിൽ നിന്ന് ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോ അറത്തു അന്യ അകത്താവുക. ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത് സുന്നത്തായ ഉദഹിയത്താണ്, ആ വാക്ക് സ്വീകാര്യമല്ല. ആശയത്തിലുള്ളവരിൽ കാണാം. അപ്പോ അത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇത് ഉദഹിയത്താക്കാനുള്ള മൃഗമാണെന്ന് പറഞ്ഞാൽ നിർബന്ധമോ? നിർബന്ധമായി കഴിഞ്ഞാൽ അതാണ് കൂലി കൂടും, കൂലി കൂടും. പക്ഷേ അർത്ഥനാർക്ക് അതിൽ നിന്ന് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഉദഹിയത്ത് ഇല്ലാതില്ല. ആട്, മാട്, ഒട്ടകം ഈ വൃത്തങ്ങളെ ഉദഹിയത്ത് പാടുള്ളൂ. ആട്, മാട്, ഒട്ടകം ഇതാക്കാല ഉദയനം പല പുസ്തകത്തും കാമിലാവസ്ഥക്കത്തെ ചിഹ്നവും അതിന്റെ സിദ്ധത്തി അശ്വരി. ആടാണെങ്കിൽ അവിടെ രണ്ട് സൈസ് ഉണ്ട്. ഒരു നെയ്യാട്, അത് നമ്മളവിടെ ഒന്നുമില്ല. അതിനൊരു വയസ്സായാൽ മതി, രണ്ടാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ചാൽ മതി. അല്ലെങ്കിൽ 6 മാസത്തിന് ശേഷം മുമ്പറ്റിൽ നിന്നുള്ള ഒരു പല്ലോ മറ്റോ വന്നാലും മതി. അത് ഇതിന്റെ പ്രായം പരിഗണിക്കും. അത് നമ്മളവിടെ ഒന്നുമില്ല. മൈസ് ആണ് നമ്മളവിടെ ഉള്ളത്. കോലാട് എന്ന് പറയുമ്പോൾ ഈ സാധാരണ ഈ ആടുകളൊക്കെ ഈ ചെമ്മരിയാട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ കോലാട് നമ്മൾ ഉറപ്പിലാണ് വരുന്നത്. അതിന് 2 വയസ്സാകണം. മനുഷ്യനോ ഭക്തനൻ കോലാടോ അല്ലെങ്കിൽ മാടുകളോ ആണെങ്കിൽ പിന്നെ മൂരി, പോത്ത്, എരുമ, പശു, അതാണ് മാട്. അവകൾക്കൊക്കെ എന്ത് വേണം? 2 വയസ്സ്. 2 വയസ്സ് വേണം. ഫലവുമാ സ്ഥലത്തേക്ക് കാമികത്തേക്ക് ഒരു ദിവസം പറയാൻ പാടില്ല. 2 വയസ്സ് പൂർണ്ണമായിരിക്കണം. അതിന് ഇപ്പൊ ആണാവാം, പെണ്ണാവാം, ആണും പെണ്ണും അല്ലാത്തതുമാവാം. ഇത് ഈ ആടിനും മാടിനും ഒക്കെ രണ്ടുമല്ലാത്ത സൈസ് ഉണ്ടാവും ചിലത്, ആണും പെണ്ണും അല്ലാത്തത്. അപ്പോ ഒറ്റൻ എന്നാവണമെന്നില്ല, മൂരിയാകണമെന്നില്ല, പോത്താകണമെന്നില്ല, എരുമയോ പശുവോ അതുപോലത്തതാകാം. ആണും പെണ്ണും തിരിയാത്ത മൃഗവും ആവാം. പക്ഷെ 2 വയസ്സ് പൂർണ്ണമാകണം. ഒട്ടകാണെങ്കിൽ 5 വയസ്സാകണം. അതിന് നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളവിടെ ഇല്ലല്ലോ. 5 വയസ്സാകണം ഒട്ടകത്തിന്. ആട്, മാട് ഇവകൾക്ക് 2 വയസ്സ് പൂർണ്ണമാക്കണം. എന്നാൽ ഒരു 3 പേർക്ക് പ്രായം ആകാത്ത ആടിനെ തന്നെ അറിവ് നടത്താനുള്ള അനുമതി തങ്ങൾ നൽകിയിട്ടുണ്ട്. 3 പേർക്ക് മാത്രം. അല്ലെങ്കിൽ ഒരു വയസ്സൊക്കെ പ്രായമുള്ളതായിരിക്കുന്ന 6 മാസമോ 1 വയസ്സൊക്കെ പ്രായമുള്ള ചെറിയ ആട്ടുകുട്ടി
അത് അറക്കാനുള്ള ഒരു അനുമതി തങ്ങൾ നൽകിയിട്ടുണ്ട് 3 പേർക്ക്. ലഖദ് ഖസ്സ ഖൈറുൽ ഖൽഖി ഹഖൻ തമാനതൻ ബിദബിഹി ഗനാതിൻ വദിയത്ത് തുഖബലു അബൂ ബുർദ മിന്നും വസൈദ് ബിൻ ഖാലിദ് കദാഉബതു നജ്ലുൽ അമീർ തുഖമലു. 3 പേർക്ക് അനാക്ക് ചെറിയാക്കും കുട്ടി അബൂ ബുർദ, സൈദ് ബിൻ ഖാലിദ്, ഉഖബത്ത് ബിൻ ആമിർ. ഈ 3 പേർക്ക് പ്രായമാകാത്ത ആടിനെ അറക്കാൻ ചില നിയമങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ. തങ്ങൾ ചില ആൾക്കാർക്ക് പ്രത്യേകമായിട്ട് ചില നിയമങ്ങളൊക്കെ നൽകും. നമ്മൾ മുലകുടി ബന്ധത്തിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ താടി വീശി വന്നതായിരിക്കുന്ന ഹുദൈഫ അൽ സാലിം, ഹുദൈഫ എന്നവരുടെ മൗലിയായിരിക്കുന്ന സാലിം, അവർക്ക് തങ്ങൾ അനുവാദം നൽകില്ലേ? മുലകുടി ബന്ധം സ്ഥിരപ്പെടണമെങ്കിൽ 2 വർഷത്തിന്റെ മുമ്പാകണം. ഇത് താടി വീശി വന്നതായിരിക്കുന്ന ആൾക്ക് തങ്ങൾ മുല പിടിക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി നൽകിയിട്ട് നമുക്കറിയാം. അപ്പൊ ചില നിയമങ്ങള് ചില പ്രത്യേക ആൾക്കാർക്ക് തങ്ങൾ അനുവദിച്ചു കൊടുക്കും, അതിൽ പെട്ടതാണ്. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ 3 പേർക്ക് മാത്രം തങ്ങളവിടെ വളരെ വ്യക്തമായിട്ട് അപൂർവത്തിനോട് പറയുകയും ചെയ്തു, എന്റെ ശേഷം ഒരു ആൾക്കും അത് പറ്റില്ല കേട്ടോ, ഇപ്പൊ തൽക്കാലം തർത്തം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ 3 ആൾക്കാർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. വയസ്സാകുന്നതിന്റെ മുമ്പ് തന്നെ 60 ആൾക്കാർ. പിന്നെ ആട് അനുസൃതത്തിൽ മാട്, അതേപോലെ ഒട്ടകം, അതിന് 7 പേര് വരെ ഭാഗമാക്കാം. ഒരു ഒട്ടകത്തിന് 1 മാട്, മുരിയോ പോത്തോ പശു ആവട്ടെ 7 ആള് വരെ പങ്കാളികളാക്കാം. അത് എല്ലാ ആൾക്കാരും ഉദഹീയത്തിന്റെ ആൾക്കാരാകണമെന്നില്ല, എല്ലാ ആൾക്കാരും സുന്നത്തായിരിക്കുന്ന അറവാകണമെന്നില്ല. നിർബന്ധമുള്ള അറവുകാർക്കും പങ്കാളികളാകാം. അതേപോലെ ഇനി ഉദഹീയത്ത് അല്ലാത്ത ഹഖീഖത്ത് അറക്കാനാണ് ഉദ്ദേശിക്കുന്നത്, ഓർക്കും ഇതിൽ പങ്കാളിയാകാം. വേറെ ഒരാള് ഹഖീഖത്തുമല്ല ഉദഹീയത്തുമല്ല ഒന്നുമല്ല അവർ ഉദ്ദേശിക്കുന്നത്, കുടിക്ക് ഇറച്ചിക്ക് വേണ്ടിയിട്ടാണ് പങ്കാളിയാകുന്നത്, അതിനും വിരോധമല്ല. അപ്പൊ 7 പേരും ഒരേപോലത്തെ ആൾക്കാരാകണമെന്നോ ഹുക്കുമ് ഒരേപോലത്തെ ഹുക്കുമാകണമെന്നോ നമുക്ക് ആവശ്യമില്ല. വാജിബായിരിക്കുന്ന ആള് കൂടിയാൽ ആ മൃഗത്തിന്റെ 7-1 ചുരുങ്ങാത്തത് അവന് കിട്ടണം. ചുരുങ്ങാൻ പാടില്ല. 7-1 ചുരുങ്ങാത്ത മാംസം അവന് കിട്ടണം. അത് മുഴുവനും അവൻ ഫുഖറായിക്ക് മസാക്കിന്റെ 20 സദഖ ചെയ്യുകയും വേണം. മറ്റുള്ളവർക്ക് കിട്ടുന്നത് നമ്മൾ സുന്നത്തായിരിക്കുന്ന കാര്യങ്ങളല്ലേ, അതിന്റെ 3-1 ഭാഗമൊക്കെ നമുക്ക് വേറെ സംസാരിക്കാം. നിർബന്ധമുള്ള ആൾ കൂടിയാൽ ഓലിച്ചു കൊടുക്കുക. എല്ലാ ആൾക്കാർക്കും 3 7-നും 3 7 വഴി വെക്കുമല്ലോ, അതിൽ 1 വഴി ഏതാണ്? അത് ആ 7-1 ഒട്ടും ചുരുങ്ങിയത് തീർന്നു കുഴപ്പമില്ല. ഏത് കണക്കിന് അത് മറ്റുള്ളവരുടെ സമ്മതപ്രകാരത്തിലാണ് വരിക, അതിന് കുഴപ്പമില്ല. ചുരുങ്ങാൻ പാടില്ല. അത് മുഴുവൻ അവൻ ധർമ്മം ചെയ്യുകയും സദഖ ചെയ്യുകയും വേണം. അത് ഫക്കീർ മിസ്കീന് തന്നെ നൽകണം, മുതലാളിക്ക് അഗതിയായി നൽകാൻ പാടില്ല. ഒരാടിന് സ്വന്തമായിട്ട് ആടിന് ശുദ്ധത്ത് പാടില്ലല്ലോ. എന്നാൽ വലിയ മൃഗത്തിൽ അഥവാ പശുമാട് അതേപോലെ ഒട്ടകം, അതിന് പങ്കാളിയാകുന്നതിനേക്കാൾ നല്ലത് ഏതാണ്? ഒരാട് മുഴുവൻ ഓർക്കലാണ്. ഒരാടർക്കാം, ഇതിന്റെ പങ്കാളിത്തൊന്നും ഉണ്ടാവില്ലല്ലോ, അതാണ് ഏറ്റവും നല്ലത്. അവിടെ രണ്ടഭിപ്രായമുണ്ട്. എന്ത് ഈ ശിർക്കത്ത് എന്ന് പറയുന്നത് ഒരാടിനേക്കാളും വലിയ ശിർക്കത്ത് അപകടത്തിൽ പങ്കെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞ ഒരു മൃഗത്തിന്റെ
3 ഭാഗവും പങ്കെടുത്തിട്ടുണ്ട്. ഒരാടിന് ഒരു ഉദാഹരണം നമ്മൾ പറയാം, ഇറച്ചി ഒരു 10 കിലോനോ 15 കിലോനോ ഉള്ളെങ്കിൽ ഇവർ ശുൽക്കത്ത് കൂടിയിരിക്കുന്നത് 50 കിലോത്തിന്റെ ശുൽക്കത്താണ്. എന്നാൽ ഒരു കൂട്ടർ പറഞ്ഞു അത് ഇല്ല, എന്നാലും പറ്റില്ല. ഏതന്നെ നല്ലത് ആടാണ് നല്ലത്, കാരണം സ്വന്തമായിട്ടൊരു അറിവ് വളർത്തിയെന്നാണ്. എന്നാൽ അങ്ങനെയല്ല, അസഹായിരിക്കുന്ന അഭിപ്രായം അങ്ങനെയല്ല. ഈ ഒരു ആടിന്റെ കതിർ മുസാറക്കത്തിനേക്കാളും നല്ലത് ഒരാടർക്കലാണ്. ഒരു കതിറിനേക്കാൾ മറ്റു വിഭാഗത്തിൽ നമ്മൾ വല കാണുന്നുണ്ടെങ്കിൽ പിന്നെ ഈ മുസാറക്കത്താവുമ്പോ വൈകാലത്തെ അക്സറൽ പായരി ഒരു ഒട്ടകത്തിനേക്കാളും കൂടുതൽ വിഹിതത്തിൽ പങ്കാളിയായിട്ടുണ്ട് എങ്കിലും ഒരാട് സ്വന്തമാണ് നല്ലത് എന്ന് നമ്മളൊക്കെ പറയാറുണ്ടല്ലോ. നിസ്കാരത്തിൽ സൂറത്ത് ഓതുന്നിടത്ത് നമ്മൾ പറയും വലിയ സൂറത്തിൽ നിന്ന് കുറച്ച് ഓതലാണോ ഏറ്റവും അഫ്ളല്, അതോ ഒരു സൂറത്ത് മുഴുവൻ ഓതലാണോ നല്ലത്? അവിടെ ഇതിന്റെ അഭിപ്രായമുള്ളത് ഈ ഭാഗം പറയുന്നത് ഏതാണ്? ഒരു സൂറത്ത് മുഴുവൻ, ഒരു ഇഖ്ലാസ് സൂറത്ത് അല്ലെങ്കിൽ ഒരു കൗസർ സൂറത്ത് അതാണ് ഓതുകയാണെങ്കിൽ അതാണ് നല്ലത് അൽബക്കറിന്റെ 2 ജുസ് ഓതുന്നതിനേക്കാണ്. കാരണം അൽബക്കറിന്റെ 2 ജുസ് ഓതിയാലും ഉണ്ടാവില്ല, സൂറത്ത് തീരൂല. ഇവിടെ ചെറിയതായിരിക്കുന്ന സൂറത്ത് ഓതിയാൽ അതിലേക്കാണ് സ്ഥാനം എന്ന്. പക്ഷെ എവിടെയും വ്യക്തമായിരിക്കുന്ന അഭിപ്രായം കതർ, ഈ സൂറത്തിന്റെ അത്ര കതർ മറ്റൊന്ന് ഓതുകയാണെങ്കിൽ സൂറത്താണ് നല്ലത്, അല്ല കൂടുതൽ ഓതുകയാണെങ്കിൽ അതിനെയാണ് നല്ലത് എന്നുള്ള അഭിപ്രായം. അപ്പൊ ചുരുക്കത്തിൽ ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഈ ഒരാടിന്റെ കതർ കൊണ്ട് ചുരുക്കത്താകുന്നതിനേക്കാൾ നല്ലത് ഒരാട് മുഴുവൻ ഉറക്കാം. അതേ സമയത്ത് ചുരുക്കത്തിൽ കൂടുതൽ ഉണ്ടായെങ്കിൽ നല്ലത് ഏതാണ്? പിന്നെ നന്മ കൂടുതൽ ഉള്ളത് തന്നെയാണ് നല്ലത് എന്നാണ്. പിന്നെ ടൈം അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ. വലിയ പെരുന്നാൾ സൂര്യൻ ഉദിച്ചതിന് ശേഷം ചെറിയ രൂപത്തിൽ 2 ഖുതുബയും 2 റക്അത്തും നിസ്കരിക്കാനുള്ള സമയം കഴിഞ്ഞാൽ ഖുതുബയുടെ ടൈമായി. പെരുന്നാൾ നിസ്കരിക്കാൻ പറഞ്ഞൊന്നുമില്ല കേട്ടോ. പെരുന്നാൾ നിസ്കരിക്കാറ് കുറവാണല്ലോ അല്ലേ. ഒരറിവിന്റെ കാര്യമായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയും പിന്നെ കുറെ ബോധം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ പിന്നെ നിസ്കരിക്കാനുള്ളത് വിഷയമല്ല, നിസ്കരിക്കാനും പുസ്തകത്തിലുള്ള ടൈം കഴിയാം. ഇനി അറിവ് നടത്താം. ലാഹരി അയ്യാമത്തെ ശരി, അയ്യാമത്തെ ശരിക്ക് ലാസ്റ്റ് ദിവസം വരെ, അയ്യാമത്തെ ശരിക്ക് 11, 12, 13 ദിവസങ്ങൾ. ഒരാള് 7 ആട് അല്ലെങ്കിൽ ഒരു പക്കറത്ത് അല്ലെങ്കിൽ ഒരു കായൽ ഒട്ടകം 7 ആട് ഒരാളെത്തിയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ വേണമെങ്കിൽ എത്ര പേർക്ക് ആക്കാമത്? 7 ആൾക്കാക്കാം. പക്ഷെ അതാണ് നല്ലത്. ഏതിനേക്കാൾ ഒരു പക്കറത്ത് അറുക്കുന്നതിനേക്കാൾ. ഒരു പക്കറത്തിൽ 7 ആൾക്ക് പങ്കാളികളാകല്ലോ. കാരണം എന്തുകൊണ്ട്? ഒരറിവേ അവിടെ നടക്കുന്നുള്ളൂ, ഇവിടെ 7 അറിവാണ് നടക്കുന്നത്. അതുകൊണ്ട് 7 ആടാണ് ഒരു പക്കറത്തോ അല്ലെങ്കിൽ ഒരു പാലിയറോ അറുക്കുന്നതിനേക്കാൾ നല്ലത്. പിന്നെ ഇതിലേക്ക് സാധേനി 2 ആള് ഉദഹയത്തറക്കാൻ 2 ആട് മേടിച്ചു. പറ്റുമോ? പറ്റൂല. ഇതുപോലെ പക്കറത്തേന് 8 ആള് കൂട്ടിയിട്ട് ചെയ്തു 2 പോത്തിനെ മേടിച്ചു. പറ്റുമോ? പറ്റില്ല. വാസ്തവത്തിൽ ഒരു പോത്തിൽ തന്നെ എത്ര ആൾക്ക് പങ്കാളിയാകാം? 7 ആള് പങ്കാളിയാകാമെങ്കിൽ 8 ആള് കൂട്ടിയിട്ട് 2 എണ്ണം മേടിച്ചു. പറ്റൂല. കാരണം
ഇത്തരത്തിലുള്ള സുബഹ് 7-1 അവൻ അർത്ഥത്തില്ല. അതേപോലെ നേരത്തെ രണ്ടാട് ഓടിച്ചു. രണ്ടാട് ഓടിച്ചാൽ എന്താവും? ഓരോ ആടിലും രണ്ടാൾക്കും പങ്കാളിത്തം ഉണ്ടാവും അല്ലെ? രണ്ടാട് കൂടിയിട്ട് രണ്ടാട് ഓടിച്ചു. അപ്പൊ ഓരോ ആടിലും ഈ ആടിന്റെ പൗതി കോലിക്ക് അവകാശമാണ്, ഇവർക്ക് അവകാശ. മറ്റേ ആടിന്റെ പൗതി അങ്ങനെ തന്നെയല്ലേ? പൗതിക്കില്ല ഒരാടിനെ ആർക്കേണ്ടത്? അതിൽ പങ്കാളിത്തം പറ്റില്ല. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാ മഹലുകളിലും ഇപ്പൊ സംയുക്തമായിരിക്കുന്ന ഉദഹിയത്താണ്. അത് നല്ലോണം ശ്രദ്ധിക്കാം. എല്ലാ നാട്ടിലും ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ തർക്കടൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അത് പിന്നെ ഏറ്റവും നല്ലത് ഏതാണ്? ഏറ്റവും നല്ലത് നമ്മുടെ കുടുംബത്തില് വീട്ടുകാരൊക്കെ പാടെ കൂട്ടിയിട്ട് അവരുടെ വീട് പരിസരത്ത് ഉറപ്പ് അർക്കലാണ് നല്ലത്. മഹലിൽ കൊണ്ടുപോയിട്ട് അർക്കലല്ല നല്ലത്. എങ്കിൽ പക്ഷെ അതൊന്നും ഉണ്ടാവില്ല. എന്ത് കരുതിയിട്ടാണ് ഇപ്പൊ ഈ മഹല്ലത്തുകാരൊക്കെ പാടെ കൂടിയിട്ടും ചെയ്യുന്നത്? സംയുക്ത ഉദരിയത്ത്. അതിന് ഒരുപാട് അപാകതകൾ വരാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ഉദാഹരണം പറയാം. ഒരു 70 ആൾക്കാര് ചുരുക്കത്തിലുണ്ട്. 70 ആൾക്കാര് ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോ ചുരുക്കത്തിലൂടി. അപ്പൊ അതിന് എത്ര മതി? 10 ദുർഗം മതി അല്ലെ? അപ്പൊ 70. കാശുകൂടെ ഓരോരുത്തരും 10,000 റുപ്യ 15,000 റുപ്യ ഓരോരുത്തർക്കൊന്നും തിരിച്ചു മേടിച്ചു. അങ്ങനെ എത്ര മൃഗം കൊടുക്കുന്നു? 10 മൃഗം കൊടുക്കുന്നു. ഇതൊക്കെ അതാണ് അർത്ഥം. ആ 10 മൃഗത്തെയാണ് ആർക്കും ഉദയത്തുണ്ടാവില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 10 മൃഗത്തെ കൊണ്ടുവന്നാൽ ആ 10 മൃഗത്തില് ഇപ്പൊ അവിടെ പന്നിയിലുണ്ടാവും. ഈ 10 മൃഗത്തിൽ ഓരോരുത്തർക്കും 70 പേരുണ്ടല്ലോ. 70 പേരിൽ ഓരോരുത്തരും ആ 10 മൃഗത്തിലും ചുരുക്കത്തുണ്ട്. ഓരോരുത്തർക്കും ഉണ്ട് ചുരുക്കത്ത്. ഒരു മൃഗത്തിൽ 7 ആൾക്കേ പറ്റുള്ളൂ. ഇവിടെ 70 ആളാണ് ഓരോ മൃഗത്തിലും. അവർക്ക് മനസ്സിലാവണ്ട. അപ്പൊ എന്ത് ചെയ്യണം? ഈ സംയുക്തമായിട്ടുള്ള ഉദയത്തില് നമ്മൾ എത്രയാണ് ഈ പാർട്ടിസിപ്പിൽ ഇരിക്കണതെങ്കില് ആ ആൾക്കാരൊക്കെ കൂട്ടിയിട്ട് ആദ്യമായിട്ട് ഓരോ 7 മൃഗത്തെ ഒഴിഞ്ഞിട്ട ഒരു ഉദാഹരണം പറയാം. അതിന് ഒരു 7 പേർക്ക് ഇന്ന മൃഗം കയ്യിലായി കൊടുക്കണം. 7 പേർക്ക് ഇന്ന മൃഗം, ഒരു മൃഗം. ഇത് നിങ്ങൾക്ക് ആ 7 പേര് വേറെ തിരിച്ചെഴുതാം. ഇനി വേറെ ഒരു 7 പേരെ തിരിച്ചെഴുതാൻ അവർക്ക് മറ്റേ മുറിക്കാം. ഒരു ഉദാഹരണം പറയാം. ഓരോന്നിനും നമ്പർ ഇടും. എത്ര പേരാണ് നമ്പറുള്ളത്? 70 പേര്. എത്ര മൃഗമുണ്ട്? 10. അപ്പൊ 1 2 3 4 10 8 7. എന്നിട്ട് ഒരു 10 പാർട്ടാക്കി തിരിച്ചല്ലോ. ഈ ഓരോ പാർട്ടിലേക്കും ഓരോ മൃഗത്തെ കാണിച്ചു കൊടുത്തതാണ്. ഇതാണ് നിങ്ങളുടേത്. മറ്റു 7 പറയാം ഈ 2ാം നമ്പറാണ് നിങ്ങളുടേത്. മറ്റൊരു പറയാം ഈ 3ാം നമ്പറാണ് നിങ്ങളുടേത്. അപ്പൊ മൃഗത്തിലുണ്ടായി തൊഴിലാക്കി ഓരോ 7 പേർക്കും. അപ്പൊ ഈ 7 പേർക്ക് ഇതിന് മാത്രമേ ഭാഗമാക്കാവുന്നുള്ളൂ. അവിടെ മറ്റൊരു തുല്യമാവില്ല. മാംസത്തിന്റെ വിഷയത്തിൽ കാശിന് ഇവരെല്ലാവരും തുല്യമാണ് കാണും. കാശ് എല്ലായിടത്തും ഒപ്പമാണ് കഴിഞ്ഞിരിക്കുന്നത്. 10,000 രൂപ ഉദാഹരണം എല്ലായിടത്തും ഒന്നാണ് എടുക്കുന്നത്. കന്ന് പുഴു എല്ലാം പോലെയാണോ? വിലയിൽ മാറ്റുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ചെറിയ മൃഗത്തിന്റെ ആൾക്കാര് വലിയ മൃഗത്തിന്റെ ആൾക്കാർക്ക് അവർക്ക് അപ്പം പൊരുത്തപ്പെട്ടു കൊടുക്കണം. അതെല്ലാവരും പറയണം. കാശുകാരുടെ എല്ലാവർക്കും ഒരുപോലെ മേടിച്ചിരിക്കണം. മൃഗം എല്ലാവർക്കും ഒരുപോലെയല്ല. മാംസത്തിന് വ്യത്യാസം ഉണ്ടായിരിക്കും. 150 കിലോളം ഉണ്ടാവും, 200 കിലോളം ഉണ്ടാവും വേറെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 7 ആൾക്കാരാക്കി തലം തിരിച്ചിട്ട് മൃഗത്തിന് നമ്പർ ഇടുക. ആ നമ്പർ ഇട്ടിട്ട് ഓരോ ആൾക്കാർക്കും ഈ പാർട്ടാക്കി തിരിച്ച ആൾക്കാരെ 1 2 3 അങ്ങനെ എത്ര പേരുണ്ട്? എത്ര പാർട്ടുണ്ട്? 10 ഉണ്ട്.
ആ 10 മൃഗങ്ങൾ മൃഗത്തിനും എന്ത് ചെയ്യാം, 1, 2, 3 എന്ന് 10 ഇടുക. അപ്പോൾ വരുന്ന സംഗതിയാണ് ഇപ്പോൾ ഉള്ളത്. ഏത്? ചില ആൾക്കാരുടെ മൃഗത്തിൽ ചെറുതായിരിക്കും, അതിന് സ്വാഭാവികമായിട്ടും വിലയും കുറവാകും. അപ്പൊ ഇവരെന്ത് ചെയ്യണം? ആ വലിയ മൃഗത്തിന്റെ ആൾക്കാർക്ക് എന്ത് ചെയ്യണം? ഇവരുടെ ഭേദത്തിൽ നിന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കണം, പരസ്പരം പൊരുത്തപ്പെടണം. അല്ലെങ്കിൽ ആർക്കും ഉപയോഗത്തുണ്ടാവൂല. എന്ത്? എല്ലാവർക്കും ഷെയർ പിരിച്ചു, എന്നിട്ട് കുറെ മൃഗങ്ങളുണ്ട് കൊണ്ടുവന്നു നിരത്തി അങ്ങോട്ട് അർത്താൽ ആർക്കും ഉപയോഗത്തുണ്ടാവൂല. അപ്പൊ സംയുക്തമായിട്ട് ഉദഹീയത്വം നടക്കുന്നുണ്ട് ഇപ്പൊ എല്ലാ മഹല്ലുകളിലും. ആയിക്കോട്ടെ, വളരെ നന്നായി, അൽഹംദുലില്ലാഹ്, നല്ല തന്നെയാണ്. ഏറ്റവും നല്ലത് നമ്മൾ പറഞ്ഞു, നമ്മൾ ഇറക്കിയാൽ നമ്മളുടെ വീട്ടിൽ വെച്ച് ഇറക്കലാണ് ഏറ്റവും നല്ലത്, നമ്മളുടെ കുടുംബത്തിന്റെ അടുക്കൽ വെച്ച് ഇറക്കലാണ് ഏറ്റവും നല്ലത്. പക്ഷെ അങ്ങനെ ഒരു അറിവും ഉണ്ടാവില്ല. ആ മാംസം വിതരണം ചെയ്യാനും ബുദ്ധിമുട്ട്, കന്ന് കൊണ്ടുവരാനും ബുദ്ധിമുട്ട്, എല്ലാം ബുദ്ധിമുട്ട് ആലോചിച്ചിട്ടാണ് ഈ ഷെയർ ചേർന്നത്. ആയിക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് ശ്രദ്ധിക്കണം, ആൾക്കാർക്ക് ആളെ വേറെ തിരിച്ചു കൊണ്ടിട്ട് കന്നും വേർതിരിക്കണം. എന്നിട്ട് എന്ത് വേണം? ഈ ഒരു മൃഗത്തെ ഇപ്പൊ 7 ആൾക്ക് കിട്ടിയല്ലോ, ഈ ഓരോ മൃഗത്തിൽ നിന്ന് 7 ആളുടെ ഓരയിൽ നിന്നും സുന്നത്തായ വിഹിതമാണ് എങ്കിൽ ഫക്കീർ മിസ്കീനിക്ക് കുറച്ചെങ്കിലും കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഒഴിയത്താവില്ല. കൊടുക്കൽ നിർബന്ധമാണ്. ആ സുന്നത്ത് വിടാൻ നിർബന്ധം നൽകുന്ന സുന്നത്ത് വിടാൻ. ഹലോ, ഒരു ചങ്ങാതി ഒരു ഉദയത്തറുത്തു, സുന്നത്തായ ഉദയത്തിൽ ഒക്കെ ഓന്തന്നെ തിന്നു, കുഴപ്പമൊന്നുമില്ല, എന്നിട്ട് കൊണ്ടുവന്നില്ല, അത് കുഴപ്പമൊന്നുമില്ല. ഒക്കെ ഒന്നിട്ടാണ് വിരോധമില്ല, കാരണം സുന്നത്തല്ലേ ഉള്ളൂ. പക്ഷെ നല്ലത് അങ്ങനെയല്ല. എന്താ ചെയ്യാ? ഓരോ ധർമ്മം ചെയ്യാണ് വേണ്ടത്. ഇനിയിപ്പോ നമ്മളെ ധർമ്മം ചെയ്യുന്നില്ലെങ്കിൽ നമ്മളൊക്കെ സാധാരണ ചെയ്യാറുള്ളത് തന്റെ വിഹിതത്തിൽ നിന്ന് 1/3 ഭാഗം നമ്മൾ എടുക്കുകയും മറ്റു 2 ഭാഗവും ധർമ്മം ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഈ ധർമ്മം ചെയ്യുന്ന നേരത്തെ എന്ത് വേണം? ഫുഖറാ മിസ്കീനിക്ക് ഓരോരുത്തരിൽ നിന്നും കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. എത്രയില്ല. അപ്പൊ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഓരോ മൃഗം അറക്കുമ്പോഴും ആ മൃഗത്തിന്റെ മാംസത്തിൽ നിന്ന് ഓരിവര് 7 മെമ്പർഷിപ്പുണ്ടല്ലോ, അത് ഇതാക്കുന്നതിന്റെ മുമ്പായിട്ട് എത്രയുള്ള കുത്തിവെച്ച് കൊടുക്കുന്നത്? അവർക്ക് അതെടുത്ത 2 കിലോ ആണ്, 3 കിലോ ആണ്, അതെങ്കിൽ അത് സെഞ്ചിയിലാക്കണം. അത് വേറെ ഓർക്കണം. എന്തിന്? അത് ഫുഖറാ മിസ്കീന് മാത്രം കൊടുക്കാനേ പറ്റുള്ളൂ. മറ്റിതിനും കൊടുക്കണ്ട. നമ്മൾ മഹല്ലിലുള്ള ഓരോ വീട്ടുകൾക്കും ഈ മാംസം എത്തിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ സംയുക്തമായിട്ട് അറവ് നടത്തുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ മൃഗം അറക്കുമ്പോഴും ഈ 7 പേരുടെ വീടുണ്ടല്ലോ, ആ 7 ഓഹരി ചെയ്യുന്നതിന്റെ മുമ്പായിട്ട് 2 കിലോ എത്രയാണ് കൊടുക്കണമെങ്കിൽ 2 കിലോത്തിന്റെ ഒരു സഞ്ചി വേറെ വെക്കണം. അതെന്ത് ചെയ്യണം? ഫുഖറാ മിസ്കീന് മാത്രം കൊടുക്കണം. അത് മുതലാളിമാർക്ക് കൊടുക്കാൻ പറ്റില്ല. സുന്നത്തായിരിക്കുന്ന ഉദയത്തിന് മുതലാളിമാർക്കൊക്കെ എന്ത് ചെയ്യാം? കൊടുക്കാൻ. അതിന് കുഴപ്പമില്ല, അത് ബാക്കിയുള്ളത് ഇവർക്ക് കുറച്ചതിൽ നിന്ന് കൊടുത്തു എന്നുള്ളത് എത്തിച്ചെങ്കില് നമ്മുടെ ഉദയത്ത് അത് ഗ്രൂപ്പാകുള്ളൂ. സംയുക്തമായിട്ട് അറിവ് നടത്തുമ്പോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ 7 പാടിനേക്കാൾ അധികം 8 പഠിക്കാൻ പറ്റും. 7 ആളാണ് നേരത്തെ പറഞ്ഞല്ലോ. സൊല്യൂഷിയായി അതാണ് ഏറ്റവും ഒഫ്ഷൽ. ഏതിനേക്കാൾ ഒരു പത്രത്തിനേക്കാൾ നമ്മൾ പറഞ്ഞില്ലേ? അപ്പോൾ ചങ്ങാതി പോലെ സൊല്യൂഷിയായി 10 ആട്, 8 ആട്, 15 ആട് ഉദയത്തിറക്കാൻ ഉദ്ദേശിക്കുകയാണ്. അല്ലെങ്കിൽ അവർ അക്ഷരമീൻ പാലി, അല്ലെങ്കിൽ 4 പോത്തിനാണ് ഉദയത്തിറക്കുന്നത്. പറ്റുമോ? പാലിയൊക്കെ ഉദയത്തം അത് ഉദയത്തായിട്ട് സംഭവിക്കുമോ?
ഒന്ന് ആലോചിക്കേണ്ടതാ പറയണത്. എന്നതാണ് ന്യായമായിരിക്കുന്ന അഭിപ്രായമുള്ളത്. എന്തുകൊണ്ട് പതനത്തിൽ തങ്ങള് 100 ഒട്ടകമാണ് അച്ഛത്തിലുള്ളതായി തങ്ങൾ 100 ഒട്ടകം. സ്വന്തം കരം കൊണ്ട് 63 37 അലി റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങളെ കൊണ്ടിട്ട് മറവടത്തി. തൊട്ട് കുഴപ്പമൊന്നുമില്ല, എത്രയും ആവാം. ഇനി മറ്റൊന്ന് കാഫിറിന് ഒരു കഷ്ണം പോലും ഈ ഉദഹീയത്തിൽ നിന്ന് കൊടുക്കാൻ പാടില്ല. മുത്തലക്ക എന്ന് പറഞ്ഞാൽ നിർബന്ധമായ ഉദഹീയത്താണെങ്കിലും സുന്നത്തായ ഉദഹീയത്താണെങ്കിലും കാഫിറൊന്നും കൊടുക്കാൻ പാടില്ല. ഇത് ഇബാദത്തിലാണ്. അത് അവരോടുള്ള വൈരാഗ്യമൊന്നുമല്ല. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കും, സ്വന്തം നമ്മളുടെ ജോലിക്കാരായിരിക്കും. അപ്പൊ നമ്മള് ഓനിക്ക് അതിന്റെ കുറച്ച് നമ്മളൊക്കെ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഓനിക്ക് കൊടുക്കാതിരിക്കുക എങ്ങനെ? അത് പറ്റൂല, കൊടുക്കാൻ പറ്റില്ല. ഒരു നമുക്ക് കൊടുക്കുക ചെയ്യുമെങ്കിൽ 1 കിലോ വേറെ പുറത്തുനിന്ന് മേടിക്കും. ഇതിന് പറ്റില്ല, ഇതിന് പറ്റൂല. ഒന്നും പിടിക്കാൻ പറ്റില്ല, കഴിക്കാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റില്ല. കിട്ടിയവർക്കെന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ കൊടുത്ത് വിതരണം ചെയ്തു. ആ വിതരണം കിട്ടിയതായിരിക്കും ഇറച്ചി കിട്ടിയ വീട്ടിലായിട്ടുണ്ടല്ലോ, ഓനും കൊടുക്കരുത്, കാഫിറിന് കൊടുക്കാൻ പാടില്ല. അതുകൂടെ അഹമായിട്ട് വരുന്ന ഒരു വിപത്താണ്. നമ്മൾ സ്വന്തക്കാരായിരിക്കുന്ന ആൾക്കാരായിരിക്കും. അതുപോലെ നമുക്ക് അവഗണിക്കാൻ പറ്റൂല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പൊ നിങ്ങൾ ഓനിക്ക് വേണ്ടിയിട്ട് വേറെ കുറച്ച് ഇറച്ചി മേടിച്ചത് തിന്നു കൊടുത്തില്ല, അവർ കഷ്ണം പോലും കൊടുക്കാൻ പാടില്ല. കാരണം ഇത് ഇബാദത്താണ്. ഒരു ഫക്കീരത്തെ സംരംഭത്തിൽ വൈദ്യം വൈകി കിട്ടിയ ഫക്കീറുണ്ടല്ലോ, ഓനത് എല്ലാ കൈകാര്യങ്ങളും ചെയ്യാം, വിൽപ്പന നടത്താം, വെറുതെ കൊടുക്കാം, അധികം കൊടുക്കാം, സദക്ക എല്ലാം ചെയ്യാം. പക്ഷെ വിൽപ്പന നടത്തുമ്പോഴും മുസ്ലിമിനെ നടത്താൻ പാടുള്ളൂ. കിട്ടിയ ആളും ചുരുക്കത്തിൽ ഈ ഉദയത്തിന്റെ മാംസത്തിൽ നിന്ന് ഒരു കഷ്ണം പോലും ആരും ആർക്ക് കൊടുക്കാൻ പാടില്ല. അതിനോടുള്ള വൈരാഗ്യമൊന്നുമല്ല, ഇത് നമ്മളുടെ ഇബാദത്തിന്റെ ഒരു ഭാഗമാണ്. നമുക്ക് അറിയില്ല എങ്കിലും അറിയാത്ത രൂപത്തിൽ കൈകാര്യം ചെയ്യാനുള്ള മാർഗം ഞാൻ നേരത്തെ പറഞ്ഞത്. 1 കിലോ ഇറച്ചി പുറത്തുനിന്ന് വേറെ മേടിക്കുക, അത് ഒന്ന് കൊടുക്കാം, ഇത് പറ്റില്ല. ന്യായീകരിക്കളെ അങ്ങനെ കഷ്ടമില്ലായ മുസ്ലിമീങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കാൻ ഇതിന്റെ മാംസം ഇതാണ് ഇതിന്റെ അസിന് ഉള്ളത്. അപ്പൊ നമ്മൾ മറ്റുള്ളവരില്ലോ ഇതിന്റെ മറ്റൊരാൾക്ക് അതിന് സൗകര്യം ചെയ്തു കൊടുക്കാൻ പറ്റില്ല. ദീപാദത്തിന്റെ ഭാഗമാണ്. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് ടൈമില്ലല്ലോ. ഇതിന് 1-2 കാര്യങ്ങളുണ്ട്. തക്ക ഉദയത്തിൽ മയ്യത്തിന്റെ പേരിൽ ഉദയം തട്ടാൻ പാടില്ല. ഒരു നിർബന്ധമായിരുന്നു ഉദയത്തിൽ ഇങ്ങനെ നിർച്ചയാക്കിയിട്ട് ഉദയത്തിൽ പാടില്ല. വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഒരിക്കലിന്റെ മുമ്പ് പറഞ്ഞത് എന്നത്തുള്ളത് എന്ത് ചെയ്യണം? അറക്കണം, എനിക്ക് വേണ്ടിയിട്ട് ഉദയത്ത് അറക്കണം എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ പറ്റില്ല. അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആവാം. അപ്പൊ നബിയെ തൊട്ട് അലി റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസിയത്ത് ചെയ്തിട്ട് അവസാനമായിരിക്കുന്നത് എന്റെ പേരിൽ എല്ലാ വർഷവും ഉദയത്ത് അറക്കണം. അങ്ങനെ ആവാം, അതിന് കുഴപ്പമൊന്നുമില്ല. വിരോധമല്ല. വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ولا تقرأ وصية من ميت إلا يوصي بها ويفرق بينها وبين الصدقة. صدقة ചെയ്തുകൊണ്ട് മയ്യത്തിന്റെ പേരിൽ അത് ചെയ്യാലോ. അത് നഫ്സി, ഇത് ഇവന്റെ നെഫ്സിനെ തൊട്ടുള്ള ഫിദാ ആണ്. ഏത് ഈ ഉദയത്ത് പറയുന്നത് മറ്റേതങ്ങനെയല്ല. അപ്പോൾ ഇതിനു വേണ്ടി വന്നു. ഓന്റെ നെഫ്സിന്റെ ഫിദാ ആണ്, ഓന്റെ നെഫ്സിന്റെ മോചനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് സമ്മതത്തിന് വന്നു. മരിച്ച ആളുടെ വാരിത്തോ അന്യവ്യക്തനോ
അത് പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, വെള്ളത്തൊട്ട് ഒതയ്യത്ത് പാടില്ല, ഒരു വജബത്ത് അത് ഓരോരു വാജിബായിട്ടുണ്ടായിരുന്നു എന്നാലും വേണ്ടില്ല. അതൊക്കെ ആവാം. കാരണം അതിന് ഫിദായിന്റെ പ്രശ്നമില്ല. ولا كذلك المضحية ترفع 9 ദിവസം. പിന്നെ يجب السلامة من كل عيب يؤثر في نفس اللحم. മാംസം ചുരുങ്ങുന്നതിൽ എഫക്ട് ചെയ്യുന്ന ഒരു കേടും ഈ മൃഗത്തിന് ഉണ്ടാവാൻ പാടില്ല. പല നാല് സാധനങ്ങൾ പറ്റില്ല. പറ്റ മെല്ലുട്ടി ഞണം ഒക്കെ പോയിട്ടുണ്ട്. അർജായ് മുടത്തുള്ളത്, നടക്കാൻ വയ്യാത്ത, വല ഔറാവും കണ്ണ്, ഒരു ഒറ്റക്കണ്ണ്, ഒരു കാഴ്ച കുറവുള്ളത്, വല ജർബാവു ചൊറി പിടിച്ചത് മൃഗങ്ങള്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർബഉ ലാ തജ്സിഉ ഫിൽ അല്ലാഹി അൽ-അജ്ഫാഉ വൽ-അർജാഉ വൽ-ഔറാഉ വൽ-ജർബാഉ. ഈ നാല് മൃഗങ്ങൾ പാടില്ല. ലാ തജ്സിഉ മക്തൂറത്തു ബഅദ ദനബി വൽ-ഉദിനി. ചെവിയിൽ നിന്ന് അല്പം പോയിട്ടുണ്ട്, വാനിൽ നിന്ന് അല്പം പോയിട്ടുണ്ട്, പറ്റൂല. വലായൊരു ഷർപ്പുൽ ഉദിനിയോ ഫർഖുഹ. ചെവിക്ക് ഓട്ടമുണ്ട്, അതിന് കുഴപ്പമില്ല. ചെവി പൊട്ടിയിട്ടുണ്ട്, പോന്നിട്ടില്ല, പൊട്ടിയിട്ടുണ്ട്, അതിന് കുഴപ്പമില്ല. മണി ഉടച്ചത് പറ്റും, അത് കുഴപ്പമില്ല, അത് കേടല്ല. കാരണം അതിന്റെ മാംസം നന്നാകാൻ വേണ്ടിയിട്ടാണ്. മറ്റേത് കൂറ്റം വലിച്ചുകൊണ്ടിട്ട് അതിന്റെ മാംസമൊക്കെ ചീത്തയാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉടക്കുന്നത്. അങ്ങനെ ഉടച്ച മൃഗമാണെങ്കിൽ അതിന് വിരോധമൊന്നുമില്ല. അതേപോലെ പല്ല് പോയത്, പിന്നെ കൊമ്പ് പോയത്, അതിനൊന്നും കുഴപ്പമില്ല. പല്ല് മുഴുവൻ പോകരുതല്ലോ. കാരണം മുഴുവൻ പോയാൽ തീറ്റയിട്ട് കുറവ് വരും, മാലിന്റെ അവസ്ഥ ചുരുങ്ങും. ആദ്യം തന്നെ ഒരു നാക്കിസത്തായിരിക്കുന്ന മൃഗത്തിനെയാണ് ഉദകിയത്തറക്കാൻ ഏറ്റെടുത്തത്. നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, ഒരു മുരി അല്ല ഒരു പശു പ്രസവിച്ചു പറയാൻ ഈ കുട്ടി ഉദകിയത്തിനുള്ളതാണ്. ഈ കുട്ടി പറയലില്ലേ, ഇത് ഉദകിയത്തറക്കാനുള്ളതാണ്. അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അടുത്ത വലിയ നാൾക്ക് തന്നെ നടക്കണം. അതിന് 6 മാസമായിട്ടേ ഉള്ളൂ, പറഞ്ഞിട്ട് കഴിയില്ല. അത് അടുത്ത ഉദയത്തിന്റെ ടൈമിൽ തന്നെ അറക്കണം. അത് നിർബന്ധമാണ്. അത് ഒരു കഷ്ണം നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. അത് സാധുക്കളായിരിക്കുന്ന ആൾക്കാർക്ക് വിതരണം ചെയ്യണം. ഉദയത്തേറ്റാവില്ല. കാരണം ഉദയത്താകണമെങ്കിൽ പ്രായം 2 വയസ്സാണ്. സംഗതി ഇത് എന്ത് ചെയ്യണം, അറിവ് നടത്തണം, മാംസം വിതരണം ചെയ്യണം, എല്ലാ ഉദയത്തിന്റെ എല്ലാ സംഗതികളും നടത്തണം. പക്ഷെ ഉദയത്തായിട്ട് പരിഗണിക്കുക. ഇനി എന്താ അറിയേണ്ടത്? സർവകാലത്ത് ഏൽപ്പിച്ചാല് വക്കീലായ ആളെ ഏൽപ്പിക്കുമ്പോൾ വിദേശക്കാരി മറ്റു സ്ഥലത്തുള്ള ആളെങ്കിൽ വക്കാലത്തിന്റെ നിയമപ്രകാരം വക്കാലത്ത് ഏൽപ്പിച്ച വ്യക്തിയുടെ സമയത്തെയാണോ പരിഗണിക്കുന്നത്, അതല്ല വക്കാലത്ത് ഏൽപ്പിക്കപ്പെട്ട വക്കീലിന്റെ സമയത്തെ അനുസരിച്ചാണോ ഉദയത്തിന്റെ അറിവ് വരിക? 3 ദിവസം നമുക്ക് വരുന്നുണ്ട്. പക്ഷെ അമ്പതായ സമയം അറക്കേണ്ട സമയം പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ എവിടെയാണോ അറിവ് നടത്തുന്നത്
ആ സ്ഥലത്ത് ആണ് ടൈം കണക്കുക. പെരുന്നാള് അഥവാ ദുൽഹജ്ജ് 10 അന്ന് സൂര്യൻ ഉദിച്ചതിന് ശേഷം ഒരു ചെറിയ രൂപത്തിൽ 2 റക്അത്തും 2 ഖുതുബയും നിർവഹിക്കാനുള്ള സമയം കഴിയണം അറവ് നടത്തുന്ന സ്ഥലത്ത്. അതിന്റെ ശേഷം അവിടുത്തെ അയ്യാമത്തെ ശരിക്ക് 3 ദിവസം ഉണ്ടാവില്ല, 11, 12, 13 ഈ ദിവസത്തിലാണ് അറവ് നടത്തേണ്ടത്. ഉദയത്തിലുള്ള സാധാരണ രീതിയിൽ ചില നാട്ടിലൊക്കെ ഉദയത്തെ അർത്താൽ ചെവിനെ ഉപയോഗിക്കാറില്ല, കളയാറുണ്ട്. അപ്പൊ ഉദയത്തെ അർത്താൽ ആ ചെവിനെ കളയാൻ പറ്റും? ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിക്കണം. ഇപ്പൊ എല്ലുകൾ ഉണ്ടായിരിക്കും മൃഗത്തിന്, അതൊക്കെ ഇപ്പൊ ഉദയത്തിന്റെ തന്നെയാണല്ലോ ആ എല്ലാം. അപ്പൊ ഉപയോഗിക്കാൻ കഴിയുന്നതൊക്കെ നമ്മൾ ഉപയോഗിക്കാം, ഉപയോഗിക്കാൻ പറ്റാത്തത് കഴിയാത്തത് നേരത്തെ പറഞ്ഞ രണ്ടാള് രണ്ടാടിനോ കാരണം ഒരു ആടിനെ ഒരാളർത്തില്ല. ഈ ആടിന്റെ പൗതി മറ്റേ ആടിന്റെ പൗതിയൊക്കെ ഒരാൾക്ക് വീതിച്ചു കഴിഞ്ഞാൽ അതിന് രണ്ടാളില്ലെന്ന് പറയില്ലല്ലേ. ഇപ്പൊ 2 ആള് ഓരോ ആട് ആയാലും മാറിയല്ലോ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 7 ആളെ 70 ആളെ വെക്കാൻ പോകുന്നില്ല. വീതിച്ചു അതിന് കുഴപ്പമില്ല. 2 ആളും കൂടെ കൂടിയിട്ട് 2 ആട് മേടിച്ചു. ഇത് അർത്ഥം ഇത് ഞാൻ ആക്കാം, കുഴപ്പമില്ല. തയ്യാറാക്കി വേർതിരിച്ചു. മറ്റ് വേർതിരിക്കാത്ത കാലത്തോളം 2 ആട് മേടിച്ചാൽ ഓരോ ആടിനും ഇവർക്കും ഒരിക്കും പങ്കാളിയാണ്, പപ്പാകാവാക്കാവും അല്ലെ. അപ്പൊ ഒരാട് അടുക്കൽ വരില്ല. അപ്പൊ എന്ത് ചെയ്യണം? അർക്കിന്റെ മുമ്പ് ചെയ്താൽ മതി. ഏത് ആട് വിഭജിക്ക. ഈ ആട് അർക്ക് പിന്നെ കാശിന് ആടിന്റെ വ്യത്യാസം ഉള്ളതിന് പിന്നെ എന്റെ ആട് കുറച്ച് ചെറുതാണ് അല്ലെ. അപ്പൊ ഇത് എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. അതിന് കുറച്ച് കുറവുണ്ട് പൈസ കാരണം നമ്മൾ 2 പേരും ഒരുമിച്ചാൽ പൈസ ഒപ്പം അല്ലെ. പക്ഷെ ആട് എന്തുണ്ട്? ഒന്ന് ചെറുതാണ്, മാംസം കൊണ്ട് പ്രായം കൊണ്ടല്ല, മാംസം കൊണ്ട് ഒന്ന് ചെറുതാണ്, മറ്റൊരു വലുതുമാണ്. എങ്കിൽ ഈ ചെറിയ ആട് മറ്റൊരു കൊടുക്കേണ്ടി വരും. അത് നമ്മൾ നേരത്തെ സംയുക്തമായിട്ട് പുറകെത്തുന്നിടത്ത് നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ എല്ലാ മൃഗങ്ങളും ഒരേ വലിപ്പത്തിൽ കിട്ടൂല. ആ മൃഗങ്ങൾക്കൊക്കെ പൈസയിലെന്തുണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. ഷെയർ ചേർത്തിരിക്കുന്നത് എല്ലാ ആൾക്കാരും ഒപ്പമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ചെറിയ മൃഗം കിട്ടുന്ന ആൾക്കാര് വലിയ മൃഗത്തിന്റെ ആൾക്കാർക്ക് നമ്മൾ ഇതിന് കുറച്ച് നഷ്ടം നമുക്ക് വന്നിട്ടുണ്ട്. അത് അവർക്ക് ബന്ധപ്പെട്ട് കൊടുക്കണം. എന്തായാലും നമ്മൾ അരച്ചു കൊടുക്കണം. അത് പച്ചരത്തിന് കൊടുക്കാൻ പറ്റുമോ? പാകാക്കിയിട്ട് കൊടുക്കാൻ പറ്റും. ഓരിയത്ത് പാകം ചെയ്തിട്ട് കൊടുക്കാൻ പറ്റില്ല. അത് പിന്നെ പച്ചയായിട്ടൊന്നും കൊടുക്കണം. കാരണം അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അവര് വിൽക്കുകയെ മറ്റത് മരുന്നുകൾ ചെയ്തോട്ടെ. ഈ വേവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പോയില്ലേ. അപ്പൊ എല്ലാ ആൾക്കാരും മേടിക്കാനൊന്നും നിൽക്ക് പോയില്ല. അപ്പൊ അത് പച്ചയായിട്ട് തന്നെ വേവിക്കാതെ കൊടുക്കലും നിർബന്ധമാണ്. എന്നിട്ട് മൃഗം ചത്തുപോയാൽ അതിന് കഫാറത്ത് കൊടുക്കണോ അല്ലെങ്കിൽ പിന്നെ ഒന്ന് വാങ്ങണോ? എന്ത് ചെയ്യാൻ? 7 ആൾ കൂടിയിട്ട് ഒരു മൃഗത്തെ വാങ്ങി, മൃഗത്തെ ഉള്ളിയിറക്കാൻ വേണ്ടിയിട്ട് അത് ഇതിന്റെ ഉള്ളിലിറക്കുന്നതിന് മുമ്പ് ചത്തു. എന്നാൽ അതിന് വേണ്ടിയിട്ട്
ഒന്നുകൂടി വാങ്ങണോ അല്ലെങ്കിൽ ആദ്യം ഇപ്പൊ നേർച്ചയാക്കിയതാണോ? സുന്നത്തായിട്ട് അറക്കണമെന്ന് വിചാരിച്ചിരുന്നു, സാധിച്ചില്ല. അല്ല, ഇനിയും ഒരുപാട് പറഞ്ഞു അതിപ്പോ ശരിയായിട്ട് വേറൊന്ന് വേണം തോന്നുകയാണെങ്കിൽ ചെയ്യാം. നമ്മള് എന്ത് ചെയ്യാം, ഞാനും ഒരു നേർച്ചയാക്കി, നമുക്ക് ഒരു മൃഗം പുറകെ തറക്കാൻ ഞാൻ നേർച്ചയാക്കിയാണ്. എന്നിട്ട് അതിലേക്ക് ഒരു ചെയ്തു, ഒരു മൃഗത്തെ തൈനാക്കി ഞാൻ ഇതിനെയാണ് അറക്കണത്, ഇതിനെയാണ് അറക്കണത് എന്ന് പറഞ്ഞാൽ അതാർക്കാവും. അത് അറക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അറക്കാൻ കഴിയും. അതേസമയത്ത് ഈ മൃഗത്തെ ഞാൻ ഒതുങ്ങി തറക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞു, അതെന്തായി? ചത്തു. അത് വേറെ അറക്കേണ്ടി വരും. അല്ല, അത് വേറെ വേണ്ട. കാരണം ഇതിനറക്കാനല്ലേ നേർച്ചയാക്കിയത്, അത് ചത്തുപോയി. എന്താക്കുന്നു? ഈ മുഹയ്യത്ത് വീഴ്ച കൊണ്ടാണെങ്കിൽ അത് പറഞ്ഞിട്ടില്ല. വീഴ്ച കൊണ്ടാണെങ്കിൽ അതായത് ഇപ്പം നശിപ്പിച്ചു, അല്ലെങ്കിൽ ഇത് ചാവുന്നതിനെ തൊട്ട് പോകാനായിട്ട് തകരാറ് വരുന്നത് കാത്തില്ല, കത്ത് പോകുന്നതിനൊപ്പം കാത്തില്ല. അത് തൈനാക്കിയിട്ടില്ലെങ്കിലും നോക്കാൻ പോലെ നിർബന്ധമല്ലേ, അത് ചെയ്തില്ല. അപ്പോഴത്തിൽ വീഴ്ച വന്നില്ലേ? അപ്പോ പറഞ്ഞില്ല അത്രപാട് വഴിപടിക്കൊണ്ട് അതിന്റെ വീട്ടില് ഒരു വിഭാഗം പണ്ഡിതന്മാര് ഈ ഇസ്മായിൽ നബിനെ അറക്കുന്നതിന് പകരം ഇസ്ഹാഖ് നബിനെയാണ് അറക്കുന്നതെന്ന് അഭിപ്രായം. അത് പ്രബല അഭിപ്രായം ഇസ്മായിൽ നബിയാണ്. പ്രബലമായ അഭിപ്രായം ഇസ്മായിൽ നബിയാണ്. അതിന്റെ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നതിന്റെ ഇടയിൽ ഇസ്ഹാഖ് നബിയാണോ ഇസ്മായിൽ നബിയാണോ എന്ന് നമ്മുടെ ചരിത്രങ്ങളൊക്കെ പരിശോധിച്ച് നിർത്തുകയാണെങ്കിൽ ഇബ്രാഹിം നബിക്ക് ആദ്യമായിട്ട് ജനിച്ച മോൻ ഇസ്മായിലാണ്. ആ ഇസ്മായിൽ നബിന്റെ 14 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇസ്ഹാഖ് നബി ജനിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ടുള്ള മോനെ അതിനാണ് അർക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ ഉള്ളത്. അതുകൊണ്ടിട്ടാണ് ഇസ്മായിൽ നബിയാണെന്നാണ് പ്രമുഖരായ പല പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഇസ്ഹാഖ് നബിയാണെന്ന് ചെറിയ അഭിപ്രായവും ഉണ്ട്. റാസിയില് നബിനെയാണ് കൂടുതൽ ഇസ്മായിൽ നബിയാണെന്നല്ലേ റാസിയില് കൂടുതൽ പല അഭിപ്രായങ്ങളുണ്ട്. ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഇസ്മായിൽ നബിയാണ്. അത് തീർച്ചയാക്കി കഴിഞ്ഞതിന് ശേഷം, അതായത് ഇത് ഉദയത്തിനുള്ളതാണ് എന്ന് പറഞ്ഞാൽ തന്നെ നിർബന്ധമായി. അത് വയസ്സായിട്ടില്ലെങ്കിലും അതാണ് പറഞ്ഞത്. ആദ്യത്തെ സമയം, അതായത് ആദ്യത്തെ വല്യന്നാൾ 6 മാസമായിട്ടുള്ളത് അല്ലെ, 6 മാസമായിട്ടുള്ളൂ. അതിനർക്കണം എന്ന് മാത്രമല്ല, അത് ഉദയത്തെ കൈകാര്യം ചെയ്യുന്നത് പോലെ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു തുണ്ട് മാംസവും നമുക്ക് എടുക്കാൻ പാടില്ല. എല്ലാം കൊടുക്കുകയും വേണം. അത് നിർബന്ധവുമാണ്. പക്ഷെ ഉദയത്തല്ല, ഉദയത്തായിട്ട് പരിഗണിക്കില്ല. സർക്കാർ ചെയ്ത പോയിട്ടും പറഞ്ഞത് അയവുള്ളത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ അവയവാണെന്നതിന്റെ വടിയവർക്കാണല്ല. അപ്പൊ അത് അത് അയവിൽപ്പെടാത്തതാണ് എന്നതിന്റെ കാരണം പറഞ്ഞു. എന്താണ് അതിന്റെ മാംസം നന്നായി തീരാൻ. നമ്മൾക്ക് മാംസമാണ് ഇപ്പൊ ഉദയത്തുകൊണ്ടിട്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അതാണ് നേരത്തെ പറഞ്ഞത്. അജ്വാ പറ്റൂല, അർജാ പറ്റൂല,
ജർബാൽ പറ്റൂല, അതൊക്കെ മാംസത്തിൽ ചുരുക്കം വന്ന് പോകട്ട. അപ്പൊ ഈ മണി ഉടച്ചു കഴിഞ്ഞാല് അതിന്റെ മാംസം നന്നായി തീരും, മാംസം നല്ലോണം ഉണ്ടാവുകയും ചെയ്യും. അത് ആരും അതൊരു ദോഷമാണെന്ന് ഒരു കുട്ടിക്കും അഭിപ്രായം. നമ്മള് ഒരു മൃഗത്തിന്റെ പള്ളിയിലൊരു ആൺകുട്ടി പ്രസവിക്കാൻ എത്തിയിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് പ്രസവിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിനെ ഉദയത്തിലേക്ക് നേർച്ചയാക്കി. പക്ഷെ അത് പ്രസവിച്ച സമയത്ത് അതിന് വികലാംഗത ഉണ്ടായി, ഒരു കാലില്ല അല്ലെങ്കിൽ ചെവി അങ്ങനെ ഒരു വികലാംഗത ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഉദയം തുറക്കാൻ പറ്റുമോ? ചെവിയില്ല, കാലില്ല, അല്ലെങ്കിൽ മറ്റില്ല, മറിച്ചില്ല, അതായത് മഹീബത്തായിരിക്കുന്ന സാധനത്തിന് നിർച്ചയാക്കിയതല്ലേ പറയുന്നത്. ഈ ഉദയം തുറക്കാൻ പോണ ഒരാളെ എന്തുകൊണ്ടാണ് നഖം വെട്ടാൻ പാടില്ല, മുടി വെട്ടാൻ പാടില്ല? അത് ശരി. മറ്റൊന്നാള് അത് ദുൽഹജ്ജ് 10 ദിവസം. ദുൽഹജ്ജ് 10 ദിവസം എന്ന് പറഞ്ഞാൽ അറവ് നടത്തുന്നത് വരെ 13 ദിവസം വരെയാണല്ലോ അറവിന്റെ ദിവസം എന്ന് പറഞ്ഞത് ദുൽഹജ്ജ് 10 മുതൽ 13 വരെയാണ്. ഈ മുടിയിൽ നഖവും നീക്കാൻ പാടില്ല എന്ന് പറയുന്നത് 1-ാം തീയതി മുതൽ, ദുൽഹജ്ജ് 1-ാം തീയതി മുതൽ മൃഗത്തെ അറുക്കുന്നത് വരെ. അതായത് ഇവന്റെ ഓരോ അവയവങ്ങളും അതിൽ പങ്കെടുക്കണം. അവയവം എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരത്തിലുള്ള ഓരോ ചുസുക്കളും പങ്കെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് അതൊന്നും നീക്കണ്ട എന്ന് പറയുന്നത്. മരിക്കാനടുത്തായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ശാവാനടുത്തായിട്ടുണ്ട്, സമയത്തായിട്ടില്ല. വിജയത്തിന് വെച്ച മൃഗമാണ്. സമയമായിട്ടില്ലല്ലോ, മറക്കാൻ പറ്റില്ല. എന്റെ മുമ്പ് ചെയ്യാൻ പറ്റാത്ത പറ്റുള്ളൂ. റിപ്പോർട്ട് ചെയ്യണം. മുസ്ലിമിലെ 3062-ാമത്തെ അതിർത്തി പറയുന്നത് 3 ദിവസത്തിനുള്ളിൽ അർത്ഥഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ഹറാമാണ്. ഉപജീവനത്തിന്റെ മാംസം 3 ദിവസം എടുത്തു വെക്കാൻ പാടില്ല എന്ന് നേരത്തെ ഒരു നിർദ്ദേശം ഭാരതത്തിൽ പറഞ്ഞത്. അതൊക്കെ നമുക്ക് ദാരിദ്ര്യമുള്ള കാലത്ത് അത് 3 ദിവസത്തിൽ അയ്യാമുത്തശ്ശേരിക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഇറച്ചി ഉണക്കണ ദിവസം എന്നാണ്. കാരണം ഈ ഇറച്ചികൾ ഇങ്ങനെ കിട്ടിയതേ, എന്നിട്ട് അത് ഉണക്കി പാത്രത്തിലായിരുന്നു പഴയ കാലത്ത്. നമുക്കാണെങ്കിലോ ദാരിദ്ര്യമുള്ള നാടും ആൾക്കാരും ഒക്കെ ആയിരുന്നു. അപ്പൊ നമ്മൾ 3 ദിവസത്തിന്റെ അധികം പാത്രച്ച് വെച്ചാൽ എല്ലാ ആൾക്കാർക്കും കിട്ടാത്തൊരവസ്ഥ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യകാലങ്ങളിൽ പറഞ്ഞിരുന്നു 3 ദിവസത്തിന്റെ മീത ഇറച്ചി കഴിക്കാൻ പാടില്ല, ഹറാമാണ്. ഏത് ഇറച്ചി? ഉദയത്തിന്റെ ഇറച്ചി 3 ദിവസത്തിന്റെ മീതെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് കർശനമായിട്ട് നിരോധിച്ചിരുന്നു. പിന്നീട് നമ്മൾ പണക്കാരൊക്കെ ആയില്ലേ, അസൗകര്യക്കാരല്ലോ. അപ്പൊ ഇനി ഇപ്പോ അതെന്തില്ല, നിർബന്ധമില്ല. എങ്കിലും പഴയ കാലത്ത് അത് മാനിച്ചുകൊണ്ട് ഇന്നും സുന്നത്താണ് 3 ദിവസത്തിന്റെ മീതെ കഴിക്കാതിരിക്കുന്നത്. നമ്മുടെ കോവിഡുമായി ബന്ധപ്പെട്ട് സ്ഥാപനത്തിലെ വിദ്യാർത്ഥി സംഘടന തയ്യാറാക്കിയ
സപ്ലിമെന്റ്